നസ്കർ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനോ സ്വന്തമായി ഒരു നിലപാടെടുക്കാനോ ശേഷിയുള്ളവരല്ല. അവരെ സ്വാധീനിക്കുന്നത് ലീഡേഴ്സാണ്, ചെറിയൊരു ലീഡേഴ്സാണ്. ലീഡർമാർ പറയുന്നത് അവർ കേൾക്കുന്നു, അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തൂണായി മാധ്യമങ്ങൾ മാറുന്നത്. മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് ജനാഭിപ്രായത്തെ രൂപീകരിക്കുന്നതിൽ. അവർ അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ നിലപാടെടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ പലപ്പോഴും മാധ്യമങ്ങൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ജനത്തെ സ്വാധീനിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഹിറ്റ്ലർ ഗീബൽസ് എന്ന് പറയുന്ന തൻ്റെ ഒരു വിശ്വസ്തനെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഒരു മന്ത്രിയാക്കിയത്. ഇതാണ് പിന്നീട് ഗീബൽസിൻ നുണകളായി മാറുന്നത്. ഈ ഗീബൽസിൻ നുണകൾ ജർമ്മനിയിൽ ഹിറ്റ്ലർക്കുണ്ടാക്കിയ ജനപ്രീതി ചെറുതായിരുന്നില്ല. കാലം ഒരുപാട് മാറി സോഷ്യൽ മീഡിയയാണിപ്പോൾ ഈ ഗീബൽസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. മാധ്യമങ്ങൾ, ചാനലുകളും പത്രങ്ങളും പോലും പിന്നോട്ട് പോയി. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ചിന്തകളും വായിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയ നിർമ്മിതി ബുദ്ധിയിലേക്ക് മാറിയിരിക്കുന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്ന യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇൻസ്റ്റയും എക്സും സ്നാപ്ചാറ്റും ഒക്കെ ഇങ്ങനെ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന, നമ്മുടെ താല്പര്യങ്ങൾക്ക് രൂപം കൊടുക്കുന്ന വേദികൾ. ഇതിനെ ചുരുക്കി നമ്മൾ അൽഗോരിതം എന്ന് പറയും. ഈ അൽഗോരിതമാണ് ഇതിൻ്റെ താല്പര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് അയാളുടെ അൽഗോരിതം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രൂപീകരിക്കുന്നത്. പൊതുവെ ഈ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം ആളുകളുടെ താല്പര്യത്തിനനുസൃതമായി നിർമ്മിതി ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതാണ്. അതിനൊരു ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് വോക്കിസ്റ്റ് ചായയുണ്ട്. കാരണം വളരെ ശക്തമായ ഡിബേറ്റുകൾ നടക്കും, വ്യവസ്ഥാപിത സംവിധാനങ്ങളെ ചോദ്യം ചെയ്യും, വലിയ തോതിലുള്ള സംവാദങ്ങൾ നടക്കും. ഇതൊക്കെയാണ് ഈ അൽഗോരിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാറ്റേണുകൾ. അതുകൊണ്ടാണ് ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയം എപ്പോഴും അൽഗോരിതത്തിൽ മുമ്പിൽ വരുന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും. എന്നാൽ ഇതിനെ ബോധപൂർവം രണ്ട് തരത്തിൽ നിയന്ത്രിക്കാം. ഒന്ന്, ഈ പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നവർക്ക് അവരുടെ താല്പര്യപ്രകാരം ജനങ്ങൾക്കുള്ളിൽ താല്പര്യമുണ്ടാക്കുക എന്ന തരത്തിൽ ചില അൽഗോരിതം സൃഷ്ടിച്ചെടുക്കാം. അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ പോകുന്ന തരത്തിൽ അവർക്ക് റീച്ച് കൊടുക്കാം. അവർക്ക് താല്പര്യമില്ലാത്ത റീച്ചുകൾ കുറയ്ക്കാം. ഈ പോസ്റ്റ് ഒന്നും ഡിലീറ്റ് ചെയ്യില്ല, പോസ്റ്റൊക്കെ അവിടെ കാണും, ആ ഇടപെടൽ അവിടെ കാണും. പക്ഷേ ഇത് ബഹുജനത്തിനിടയിലേക്ക് എത്തുകയില്ല, അത് അവിടെ ഒതുങ്ങിപ്പോകും. അതേസമയം എന്താണോ ഇവരുടെ താല്പര്യം, ആ താല്പര്യത്തിനനുസരിച്ച് ഈ അൽഗോരിതത്തിന് പ്രാധാന്യം കൂടും. രണ്ടാമത് ഒരു കാര്യം കൂടിയുണ്ട്, പെയ്ഡ് പ്രൊമോഷൻ. അതായത് ഈ കമ്പനികൾക്ക് പണം വേണം. സാധാരണ ഉപഭോക്താക്കളോട് പണം വാങ്ങുന്നില്ല. പണം വാങ്ങുന്നത് ഈ സാധാരണ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടി പരസ്യ കമ്പനികൾ കൊടുക്കുമ്പോൾ അവരിൽ നിന്നാണ് പണം വാങ്ങുന്നത്. ഇതിനൊപ്പമാണ് പെയ്ഡ് പ്രൊമോഷൻ. ഒരു വിഷയം അവതരിപ്പിക്കണമെങ്കിൽ പണം കൊടുത്താൽ മതി, അതിന് റീച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അതാണ് സംഭവിക്കുന്നത്. ലോകത്തെല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും അധികം ബജറ്റ് നീക്കി വയ്ക്കുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് കൊടുക്കാനാണ്. അവർ ഈ പണം കിട്ടുന്നതനുസരിച്ച് ഇത്തരം പോസ്റ്റുകൾ റീച്ച് കൂട്ടിക്കൊടുക്കും, പണം കിട്ടാത്തവരുടെ റീച്ച് കുറയ്ക്കുകയും ചെയ്യും. ഈ ഒരു ബൃഹത്തായ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ പാറ്റ സമരവും അതിനോടനുബന്ധമായി മോദിയും കേന്ദ്ര സർക്കാരും മെറ്റ എന്ന കമ്പനിയോട് ഉടക്കാൻ തീരുമാനിച്ചതിനെ മനസ്സിലാക്കാൻ. നമുക്കറിയാം, പാറ്റ സമരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായി സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂജൻ വിപ്ലവമായി മാറി. ആ വിപ്ലവം ഇങ്ങനെ ചൂടുപിടിക്കാൻ കാരണം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൊടുത്ത പുഷാണ്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് പൊതുവെ ഒരു ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് പൊളിറ്റിക്സ് ഉണ്ട്. അതിനാണ് ഡിബേറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അതിലാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്. ആ ഒരു പുഷ് ഇവർക്ക് കൊടുക്കുന്നു. ഈ പുഷിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വലിയ വികാരമായി, വലിയ തരംഗമായി പടർന്നു പിടിക്കുന്നു. മറുപടിയുമായി മോദിയും കേന്ദ്ര സർക്കാരും BJP രംഗത്ത് വരുന്നു. എന്നാൽ അതിന് വേണ്ടത്ര റീച്ച് കിട്ടുന്നില്ല. പക്ഷേ മോദി പ്രധാനമന്ത്രി ആയതുകൊണ്ട്, ഇവർ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന് മറുപടി പറയുന്നത് കൊണ്ട് ഈ പാറ്റകളെ അനുകൂലിക്കുന്നവർ അടക്കമുള്ളവർ മോദിയെ ശ്രവിക്കുകയാണ്. അങ്ങനെയാണ് മോദിയുടെ വീഡിയോയ്ക്ക് ഇത്രയധികം റീച്ച് കിട്ടിയത്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വ്യൂ കിട്ടിയ ഒരു ഇൻസ്റ്റാ വീഡിയോയായി അത് മാറുകയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് കേൾക്കണമായിരുന്നു. എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ഈ വീഡിയോ മണിക്കൂറുകൾക്കകം നീക്കം ചെയ്തു. ഫേസ്ബുക്ക് പലപ്പോഴും ചെയ്യാറുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നീക്കം ചെയ്തു. സ്വാഭാവികമായും പാറ്റകൾക്ക് ഇത്രയധികം പ്രാധാന്യം ഈ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ കൊടുക്കുമ്പോൾ അതിന് മറുപടി ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയത് നീക്കം ചെയ്യപ്പെടുന്ന സാഹചര്യം വിവാദമാകും. കേന്ദ്ര സർക്കാർ അതീവ ഗൗരവമായി എടുത്തു. അപ്പോൾ തന്നെ അപകടം മണത്തു ഫേസ്ബുക്ക്. അവർ ആ വീഡിയോ തിരിച്ചിട്ടു. പക്ഷേ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അടങ്ങിയില്ല. ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. പാറ്റകൾക്ക് പുഷ് കൊടുത്ത് അതിന് വന്ന മറുപടികളെ താഴ്ത്തിക്കെട്ടി എന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ ഗൗരവമായി എടുത്തു. വാസ്തവത്തിൽ അതിൽ വാസ്തവമുണ്ട്. അതിനെ പ്രതിരോധിച്ചവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് വേണ്ടത്ര റീച്ച് കിട്ടാത്ത സാഹചര്യമുണ്ടായി. പക്ഷെ അവരൊക്കെ വ്യക്തികളാണ്, വലിയ ആൾക്കൂട്ടമാണ്, ഒന്നും ചെയ്യാനും കഴിയില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തതിനെ ഗൗരവമായി കാണുന്നു. മെറ്റ സാധാരണഗതിക്ക് ഇങ്ങനെ വിവാദം ഉണ്ടാകുമ്പോൾ തിരിച്ചു വീഡിയോ ഇട്ട് തലയൂരുക ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ തലയൂരാൻ കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നില്ല.
മെറ്റയോട് ഔദ്യോഗികമായി വിശദീകരണം ആവശ്യപ്പെട്ടു. മെറ്റ ഉടനടി വിശദീകരണം കൊടുത്തു. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ അപ്പോൾ തന്നെ തിരിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പോരാ, മാപ്പ് പറയണം. മാർക്ക് സക്കർബർഗ്, ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ, അദ്ദേഹം മാപ്പ് പറയണം എന്ന നിലപാടിലേക്ക് സർക്കാർ മാറുന്നു. അപകടമാവും. സാധാരണഗതിക്ക് ഇത്തരം കമ്പനികൾ ഇതൊന്നും ഗവനിക്കാറില്ല. അവർ ഈ മീഡിയ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് അവഗണിക്കും. ഫേസ്ബുക്കിനെയും യൂട്യൂബിനെയും ഇൻസ്റ്റയെയും ഒന്നും നിരോധിക്കാൻ ജനാധിപത്യ രാജ്യത്ത് സാധ്യമല്ല. ഒരു കലുഷിത സമയത്ത് വേണമെങ്കിൽ അതിൻ്റെ ആക്സസിൽ നിയന്ത്രണം ഏർപ്പെടുത്താമെങ്കിലും പൊതുവെ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു വലിയ അപകടം ഇവർ തിരിച്ചറിയുന്നു. ഇന്ത്യൻ IT ആക്ടിലെ 79ാമത്തെ സെക്ഷനാണത്. 79ാമത്തെ സെക്ഷനിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവർക്ക് ഇൻ്റർമീഡിയറി എന്ന ഒരു സ്റ്റാറ്റസാണ് കൊടുത്തിരിക്കുന്നത്. സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ എന്ന് പറയും. സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും ഇതിൽ വരുന്ന കണ്ടന്റിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടതില്ല. അതായത് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നു, ഈ വീഡിയോ എൻ്റെ മാത്രമാണ്. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലുമാണ്. ഈ വീഡിയോയിൽ ഒരു നിയമപ്രശ്നമുണ്ടെങ്കിൽ ആ നിയമപ്രശ്നത്തിന് ഉത്തരം കൊടുക്കേണ്ട ബാധ്യത ഫേസ്ബുക്കിനോ യൂട്യൂബിനോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഇല്ല. ഇൻ്റർമീഡിയറി എന്ന നിലയിൽ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള IT ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 79. അതുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കമ്പനികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റൂ. ഇത്തരം കമ്പനികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ ജനാധിപത്യം ശോഷിച്ചു പോകും. ഇതറിയാതെയാണ് പല വിഡ്ഢികളും ഫേസ്ബുക്കിനെയും യൂട്യൂബിനെയും ഒക്കെ കേസ് കൊടുക്കുന്നു. ചില സ്വയം പ്രഖ്യാപിത അഭിഭാഷകർക്ക് പോസ്റ്റ് ഇടും, ഞാൻ മാർക്ക് സക്കർബർഗിനെ കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കിയിരിക്കും എന്നൊക്കെ പറയും. പരാതി കൊടുക്കുമ്പോൾ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും ഒക്കെ CEO മുതൽ സകലരെയും പ്രതികളാക്കും. പക്ഷേ ഇതൊന്നും അവർ ഗവനിക്കില്ല, പുല്ലുവില്ല. കോടതി പറയുമ്പോൾ എന്താ നോട്ടീസ് വരുന്നത് ആരെങ്കിലും വിടും, ഏതെങ്കിലും വക്കീലിനെ പറഞ്ഞിട്ട് ഇവരിത് കാണിക്കും. ഇതേ ഉള്ള അവരുടെ നിലപാട്. അല്ലാതെ അവർക്കിതിൽ വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല, അവർക്കിത് തെളിയിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ ബാധ്യതയല്ല. ആ ഉത്തരവാദിത്വം ആരാണോ പോസ്റ്റ് ചെയ്യുന്ന അയാളുടെ ക്രിയേറ്ററുടെ ബാധ്യതയാണ്. സർക്കാർ പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ സെക്ഷൻ 79ലെ സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ എടുത്തു കളയും. എന്ന് വെച്ചാൽ നിങ്ങൾക്കെതിരെ കേസുണ്ടായാൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല, നിങ്ങൾ കൃത്യമായി കോടതിയിൽ ഹാജരായി സമാധാനം പറയേണ്ടി വരും. ഇത് ഒരിക്കലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് താങ്ങാൻ കഴിയില്ല. കാരണം കോടാനുകോടി ജനങ്ങളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇത് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം പൊട്ടൻഷ്യൽ കേസുകളാണ്. ഈ കേസുകളിൽ ഇവർ പ്രതി ചേർക്കപ്പെടുകയും ഇവർ വക്കീൽമാരെ വെച്ച് നടത്തുകയും ചെയ്ത് ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇത് വല്ലാതെ ഉറപ്പിച്ചു കളഞ്ഞു മെറ്റയെ. തുടർന്നാണ് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റയുടെയും വാട്സാപ്പിൻ്റെയും മാതൃകമ്പനിയായ മെറ്റ അവരുടെ ആഗോള തലവന്മാരിൽ ഒരാളായ ജോയൽ കാപ്ലനെയും സംഘത്തെയും ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ജോയൽ കാപ്ലൻ വന്ന് നമ്മുടെ IT മന്ത്രി അശ്വിനി വൈഷ്ണവുമായും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായും കൂടിക്കാഴ്ച നടത്തുക മാത്രമല്ല, അവരോട് സക്കർബർഗിൻ്റെ പേരിൽ മാപ്പ് പറയുകയും ചെയ്തു. പരസ്യമായി മാപ്പ് പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണം, അബദ്ധം പറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയൊന്നും ഇത് അവസാനിക്കുന്നില്ല. ഈ മെറ്റയെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും നിയന്ത്രിക്കാൻ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അത് കയറൂരി വിടുന്നു. ചില കാര്യങ്ങളുണ്ട്. BBC ഒരിക്കൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. BBC കൃത്യമായി പറഞ്ഞിരുന്നു, ഇവർ അനിയന്ത്രിതമായി പല കണ്ടന്റും ഒഴുക്കുന്നത് കൊണ്ട് അത് പലയിടങ്ങളിലും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ലൈംഗിക വീഡിയോകളാണ്. ഇത് പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ് വഴിയെ പോകുന്നവനൊക്കെ എന്തെങ്കിലുമൊക്കെ വൃത്തികേട് കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിലിടും. അത് കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ടെത്താനും അത് നിയന്ത്രിക്കാനും വേണ്ടതുപോലെ ചെയ്യുന്നില്ല എന്ന് BBC കണ്ടെത്തിയതാണ്. കേന്ദ്ര സർക്കാരിന് ഗൗരവമായ ഒരു പരാതി ഇതേക്കുറിച്ചുണ്ട്. മാത്രമല്ല, ഡീപ് ഫേക്ക് വീഡിയോകൾ ഇന്ന് വലിയ തലവേദനയാവുന്നു. നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ ഫേസ്ബുക്ക് തുറന്നാൽ അപ്പം വരുന്നൊരു വീഡിയോ നിർമ്മലാ സീതാരാമനും മോദിയും ഒക്കെ ഒരു പാക്കേജിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ 15,000 രൂപ നിക്ഷേപിച്ചാൽ 3-ാം മാസം നിങ്ങൾക്ക് എത്രയോ 10 ലക്ഷമോ 15 ലക്ഷം കിട്ടുന്നൊരു പദ്ധതിയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർക്കാണ് പണം നഷ്ടപ്പെട്ടത്. കാരണം നേരെ പറയുന്നത് നിർമ്മലാ സീതാരാമനും പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും ഒക്കെയാണ്. പാർലമെന്റിലെ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ചോദിക്കുന്നു, ഇത് തട്ടിപ്പല്ലേ എന്ന്. അപ്പോൾ അല്ല എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നു. ഇത്തരം നിരവധി ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് വീഡിയോകൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ വന്നുകൊണ്ടിരിക്കും. ഇത് സത്യമാണെന്ന് കരുതി. കാരണം കണ്ടാൽ ഇത് ഒറിജിനലി മോദിയാണ്, ഒറിജിനലി സീതാരാമനാണ്, ഒറിജിനൽ രാഹുൽ ഗാന്ധിയാണ്. ഇവരെയൊക്കെ വെച്ച് ഈ വീഡിയോകൾ ഇങ്ങനെ ഇട്ട് കോടിക്കണക്കിന് രൂപ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ ആളുകളുടെ അടക്കം നിരവധി പരിശ്രമങ്ങൾ നടത്തി. ഇത് അനുവദിക്കാൻ പാടില്ല. ഡീപ് ഫേക്ക് വീഡിയോകൾ ഒരു വ്യക്തിയെ അതേപടി പറിച്ചു വെച്ചിരിക്കുന്ന തരത്തിൽ വൃത്തികേടുകൾ കാണിക്കുന്നു, തട്ടിപ്പുകൾ നടക്കുന്നു. ഇത് നിയന്ത്രിക്കാൻ വേണ്ടത്ര ജാഗ്രത ഫേസ്ബുക്ക് കാണിച്ചിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ അവർ സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, പെയ്ഡ് പ്രൊമോഷൻ വഴി അവർക്ക് താല്പര്യമുള്ള കണ്ടന്റുകൾ പലപ്പോഴും ഉയർത്തി കാണിക്കാറുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കിയ മതിയാവൂ എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. തുടർ ചർച്ചകളിലേക്ക് പോവുകയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. എന്തായാലും സക്കർബർഗും ഫേസ്ബുക്കും ഒക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ കീഴടങ്ങിയിരിക്കുന്നു. അവരുടെ പിടിവാശി അവസാനിപ്പിച്ച് മാപ്പ് പറഞ്ഞ് തലയൂരാൻ ശ്രമിക്കുന്നു. അങ്ങനെ അങ്ങ് തലയൂരണ്ട. നിങ്ങൾ പണമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ ജനതയെ തെറ്റായി സ്വാധീനിച്ച് അവരുടെ മേൽ തട്ടിപ്പുകൾ അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിച്ച മതിയാവൂ എന്ന സർക്കാർ നിലപാടെടുക്കുന്നു. ആ ചർച്ചകളിലേക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കടക്കുന്നു. മെറ്റയാണ് അതൊരു തുടക്കം കുറിക്കുന്നത്.
ഈ പരിഹാരമുണ്ടാക്കാം. ഡീപ് ഫേക്ക് വീഡിയോകൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, അതൊക്കെ നമുക്ക് പരിഹാരമുണ്ടാക്കാമെന്ന് പറയുന്നു. മാത്രമല്ല വാട്സാപ്പിന് യൂസർ നെയിം തുടങ്ങുന്നു എന്നുള്ള പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന് അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ വ്യക്തിയും ഉത്തരവാദിത്വമുള്ളവരാവണം. അവരുടെ ഫോൺ നമ്പർ എടുക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആധാർ അടക്കമുള്ള രേഖകൾ വേണം. എന്നാൽ ഈ യൂസർ നെയിമിലേക്ക് വന്നാൽ ഒരു വ്യക്തിയെ ഹൈഡ് ചെയ്യാൻ പറ്റും, അവരെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. കേന്ദ്ര സർക്കാർ അതിലും അതിർത്തിയുണ്ട്. അക്കൗണ്ടബിൾ ആയിരിക്കണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. നിങ്ങൾ ഞങ്ങളെ ചെറുതായി കാണരുത്. ഇന്ത്യ മറ്റു പല മൂന്നാം ലോക രാജ്യങ്ങളെ പോലെയല്ല. ഞങ്ങൾക്ക് ചില നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അതിൻ്റെ പരിധിയിൽ പെടണമെന്ന് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അവർക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവർ വഴങ്ങിയിരിക്കുന്നു. അവർ രാജ്യത്തോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു.